ഹായ്, ഐഷാസ് ഫ്ലവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തൻ തേങ്ങ അരച്ച ഒരു ഒഴിച്ച് കറിയാണ് കേട്ടോ. നല്ല രസമാണ് ഈ മത്തൻ തേങ്ങ അരച്ച ഒഴിച്ച് കറി. മത്തൻ നല്ലോണം കഴുകി വൃത്തി കഷ്ണങ്ങളാക്കുക. എന്നിട്ടൊരു 10-12 ചെറിയ ഉള്ളി അതിനകത്ത് കരിയാതെ അങ്ങനെ ഇടുക. 3 പച്ചമുളക് കീറിയിട്ട് പിന്നീട് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, എത്രയാണ് നമ്മൾ മത്തൻ എടുക്കുന്നതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് മത്തൻ വേവിക്കാൻ വെക്കണം കേട്ടോ. മത്തനകത്ത് ഒരുപാട് സിങ്കും ഒക്കെ ഉണ്ട്, അയണും ഒക്കെ ഉണ്ട്. അപ്പോൾ മത്തൻ പല ഇതാക്കിയിട്ട് നമുക്ക് കറി വയ്ക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിനകത്തേക്ക് തേങ്ങ ചിരകിയതിട്ടിട്ട് കുറച്ച് ചെറിയ ജീരകം ഇടുക. ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടത് കേട്ടോ. എൻ്റെ അടുത്ത് ജീരകമൊക്കെ ഞാൻ പൊടിച്ച് വെക്കാറാണുള്ളത്. അപ്പോൾ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അതിൻ്റെ അരവ് നന്നായിരിക്കണം. അരച്ച് കഴിഞ്ഞതിന് ശേഷം മത്തൻ നന്നായിട്ട് വെന്തിട്ട് ഒന്ന് ചെറുതാക്കിയിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അധികം ഉടയ്ക്കരുത്, കഷ്ണങ്ങൾ നമ്മൾ കഴിക്കാൻ കിട്ടും വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ഈ അരച്ച തേങ്ങ ഉണ്ടാകുമല്ലോ അതിനകത്തേക്ക് ഒഴിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. പിന്നെ അത് നമ്മൾ കണ്ട തേങ്ങ അരച്ചൊഴിച്ചു. ഇപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ മത്തൻ നമ്മൾ എത്ര ഇതാക്കിയാലും കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. ചുടുവെള്ളമാണ് എടുത്തൊഴിക്കേണ്ടത് കേട്ടോ, പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. ചുടുവെള്ളമാണ് എപ്പോഴും നമ്മൾ എടുത്ത് വെക്കേണ്ടത്, ചുടുവെള്ളം. കേട്ടോ. ചുടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ മത്തൻ വെച്ചിരിക്കുമ്പോൾ തന്നെ കുറുകി വരും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിക്കാം നമുക്ക്. വെള്ളം ഒഴിച്ചിട്ട് അത് പിന്നീട് നമ്മൾ താളിക്കാൻ വെക്കണം അതിന്. നല്ല ടേസ്റ്റാണ് ഈ മത്തൻ കറി കൂട്ടി ചോറ് തിന്നാൻ. എല്ലാവരും മത്തനൊന്നും വെക്കില്ല, ചിലവരൊന്നും മത്തൻ വെക്കില്ല. എന്താ മത്തൻ കൊണ്ട് നമുക്ക് എന്തെല്ലാം ടൈപ്പ് കറികൾ ഉണ്ടാക്കാമെന്നറിയോ. കുട്ടികൾക്കൊക്കെ നല്ലതാണ് മത്തൻ. എന്നിട്ട് നമ്മൾ മത്തൻ താളിക്കാൻ വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, വത്തൽമുളക് ഇടുക, കരിവേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ നന്നായിട്ട് താളിച്ച് ഒഴിച്ച് ഇതിനകത്തേക്ക് ഇടുക. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, ഭയങ്കര രസമായിരിക്കും ഈ മത്തൻ കറി. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ കിച്ചണിൽ ഇറങ്ങുമ്പോൾ ഒരു കറി വയ്ക്കും, അതിനടുത്ത് നിന്ന് അതിനെ സ്നേഹിച്ചും കൊണ്ട് വെക്കണം. അപ്പോഴാ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം നിങ്ങൾ കേട്ടോ. ഞാൻ സ്നേഹത്തോടു കൂടി പറഞ്ഞാൽ, നിങ്ങൾ മത്തനൊക്കെ എടുത്ത് വെറുതെ കൊണ്ട് കളയരുത്. നമ്മൾ മത്തനൊക്കെ ഈ മത്തൻ ഞങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കിയ മത്തനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഇതേപോലെ കുറച്ച് ചുമന്ന എരിവുള്ള ഇച്ചിരി മുളക് പൊടി കൂടി അതിനകത്തേക്ക് താളിക്കുമ്പോൾ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് നമ്മൾ തീ ഓഫ് ചെയ്ത് അടുപ്പിൽ വെച്ച് നോക്കി നോക്കും നിങ്ങൾ. നല്ലൊരു മത്തൻ കറി ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ മത്തൻ കറി ഞാൻ അടുപ്പിലേക്ക് വെക്കും. അപ്പോൾ കണ്ടോ, നല്ല രസമല്ലേ മത്തൻ കറി കാണാൻ. മത്തൻ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാം. മത്തൻ എരിശ്ശേരി, മത്തൻ കറി, ഇനി മത്തൻ സ്റ്റൂ പോലെ ഉണ്ടാക്കാം, മത്തൻ പായസം ഉണ്ടാക്കാം. എല്ലാം നമുക്ക് കുറേ കാര്യങ്ങളും മത്തൻ കൊണ്ട് ഉണ്ടാക്കാം. പക്ഷേ ഈ മത്തനകത്ത് അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാമെന്ന് നിങ്ങൾക്ക് അറിയാമോ?